നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാവുന്നതോ, നല്ല സക്സസ്ഫുൾ ആയിട്ടൊരു ജോലി ഉണ്ടാവുന്നതോ, നല്ല സാലറിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതോ ഒന്നും ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ അക്സെപ്റ്റ് ചെയ്യില്ല. അവരെപ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മത്സരിക്കും. ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ഉണ്ടാവില്ല. ഒന്നിച്ച് വളരാം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടാവില്ല. അവർക്ക് നിങ്ങളുടെ മുകളിൽ ആ ഒരു ചോയ്സ് മാത്രമേ അവർ തിരഞ്ഞെടുക്കൂ. അല്ലെങ്കിൽ നിങ്ങളെ താഴെ തന്നെ നിർത്തുക എന്നുള്ള ഒരു ചോയ്സിലൂടെ അവരത് മെയിൻറ്റെയിൻ ചെയ്തു പോകും. അതാവുമ്പോൾ ഇവർക്ക് വളരുകയും വേണ്ട, നിങ്ങളൊട്ടും വളരുകയുമില്ല. ഇത് ഭയങ്കര ഈസിയാണ്. അപ്പൊ കൂടുതൽ നാർസിസിസ്റ്റുകളും ചൂസ് ചെയ്യുന്നത് ഇതായിരിക്കും. കാരണം അവിടെ ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഒന്നുമല്ലാതെ നിർത്തിക്കഴിഞ്ഞാൽ ഇവർ എന്തോ ആണ് എന്നുള്ളൊരു മെന്റാലിറ്റി. എല്ലാ വളർച്ചയിലും ജീവിതത്തിലെ സന്തോഷങ്ങളും എല്ലാ കാര്യത്തിലും ഇവരുടെ ഈ ഒരു ഇന്റർഫിയറൻസ് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ സമാധാനത്തിലും നിങ്ങളുടെ വളർച്ചയിലുമൊക്കെ ഇവർ ഭയപ്പെടും. ഇതെല്ലാം ഇവർക്കൊരു ഭയമാണ്. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളൊരു നോ പറഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഉറക്കെ വിളിച്ചു പറയുമോ എന്നുള്ള പേടി. നിങ്ങൾ ഇനിയും സ്ട്രോങ് ആയാൽ, സക്സസ് ആയാൽ നിങ്ങൾ ഇവരെ എതിർക്കുമോ എന്നുള്ള പേടി. ഇങ്ങനെയൊക്കെ ഒരുപാട് പേടികൾ കൊണ്ട് ജീവിക്കുന്ന ഒരു തരം സൈക്കോകളാണ് ഈ നാർസിസ്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കേണ്ടിടത്ത്, നിങ്ങൾക്ക് നല്ല ഒരു സ്കിൽ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ നല്ല ഒരു അച്ചീവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഫൈറ്റ് ചെയ്യണം. അത് തടഞ്ഞു നിർത്തുന്നവരെ മാറ്റി നിർത്തണം, മാറി നിൽക്കാൻ പറയണം, സംസാരിക്കണം, തുറന്നു പറയണം.